ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നൊരു പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഇതിനായിട്ട് ഞാനൊരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം കേട്ടോ. പുഴുങ്ങിയതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത അരിയില്ലേ അതൊക്കെ എടുത്ത് മാറ്റുക കേട്ടോ. ഞങ്ങളിതിന് അരി എന്നാണ് കേട്ടോ പറയുക. അതെടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ആക്കിയ ശേഷം ഞാനിത് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ ഉടച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അരിപ്പൊടി പഴത്തിൻ്റെ ഒപ്പം നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കുഴച്ച് എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഫുള്ള് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കിതൊരു നല്ല ഒരു ഡോ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ പൊള്ളാതെ ഇത് നനച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണപ്പലഹാരമൊക്കെ കൊടുക്കണേറ്റ് നല്ലത് സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ പുഴുങ്ങിയെടുത്ത സ്നാക്സ് ഒക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. ഹെൽത്തിനും നല്ലത്. ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ നന്നായി കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് നാളികേരവും അതുപോലെ 1/2 കപ്പ് ശർക്കരയുടെ പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കുഴച്ച് വെച്ച കൂട്ടിൽ നിന്ന് ഒരു നെല്ലിക്കയുടെക്കാളും കുറച്ച് വലുപ്പത്തിൽ കോഴിക്കോട്ടയുടെയൊക്കെ വലുപ്പത്തിൽ എടുത്തിട്ട് ഇത് നന്നായിട്ട് നടുവിലൊരു കുഴി വരുന്ന പോലെ നമ്മളിത് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ മാവ് അതുമ്പോൾ വെച്ചാൽ അതൊരു കുഴി പോലെ നമുക്ക് കിട്ടും. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് നല്ല ബോൾ ഷേപ്പിൽ നമ്മളത് ഉരുട്ടിയെടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല ബോൾ ഷേപ്പിൽ ഞാനിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ മാവ് വെച്ചിട്ട് ഞാനൊരു 6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റീമറിലേക്ക് ഇതെല്ലാം മാറ്റി വെക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടെ ബനാന വെച്ചിട്ടുള്ള പഴം കൊഴുക്കട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ കൊടുക്കാനായിട്ട് പറ്റണ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഇത്. അപ്പോൾ കൂടുതലായിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പഴമൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.